ഗുഡ് മോർണിംഗ്. നമ്മൾ ഒന്നാമത്തെ അധ്യായം തീർന്നു. ഇനി രണ്ടാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പേര് എല്ലാവർക്കും അറിയാം അല്ലേ? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. നമ്മൾ കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഇയറിൽ മൂന്നാമതായിട്ടൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. എന്താണ്? മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ആരാണ്? Angiosperms. These are the flowering plants because the reproductive organ is the flower. So the name of the chapter may be sexual reproduction in angiosperms. Sexual reproduction in flowering plants. ഇപ്പോൾ നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട് the reproductive organ of angiosperm is a flower. അല്ലേ? ഫ്ലവറിനെ കുറിച്ച് നമ്മൾ മോർഫോളജിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. വാട്ട് പാർട്സ് ഓഫ് എ ഫ്ലവർ അല്ലേ? വിച്ച് ആർ ദ പാർട്സ് ഓഫ് എ ഫ്ലവർ? ഓർമ്മിച്ച് നോക്കൂ. പറയൂ, അതൊക്കെ തന്നെ. ഏതൊക്കെയാണ്? സ്റ്റാക്ക് ഓഫ് ദ ഫ്ലവർ. ഫ്ലവറിൻ്റെ സ്റ്റാക്കിന് നമ്മളൊരു പേര് പറയും അല്ലേ? എന്താണ് പറയുക? പെഡിസെൽ എന്ന് പറയും. അപ്പോൾ സ്റ്റാക്ക് ഓഫ് ദ ഫ്ലവർ ഈസ് പെഡിസെൽ അല്ലേ? പെഡിസെൽ ഈസ് ദ സ്റ്റാക്ക് ഓഫ് ദ ഫ്ലവർ. Then base of the flower where the floral parts are attached is known as thalamus. അപ്പോൾ എവിടെയാണോ ഫ്ലവറിൻ്റെ പാർട്സ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബേസ്, ആ ബേസിനെ നമ്മൾ എന്ത് പറയും? തലാമസ് എന്ന് പറയും അല്ലേ? അപ്പോൾ തലാമസ് ഈസ് ദ ബ്രോഡ് റീജിയൻ ഇൻ വിച്ച് ദ ഫ്ലോറൽ പാർട്സ് ആർ അറ്റാച്ച്ഡ് അല്ലേ? ഫ്ലോറൽ പാർട്സ് ആരൊക്കെയാണ്? കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചല്ലേ? അതൊക്കെയാണ് കാലിക്സ്, കൊറോള, andrecium and gynoecium. So a flower with this calyx, corolla, andrecium and gynoecium is known as a complete flower or a bisexual flower or a monoecious flower. അപ്പോൾ ഈ ഇത് നാലും ഉള്ള ഫ്ലവറിനെ നമ്മൾ എന്ത് പറയും? ഒരു ബൈസെക്ഷൽ ഫ്ലവർ എന്ന് പറയും, അല്ലെങ്കിൽ ഒരു മൊണീഷ്യസ് ഫ്ലവർ എന്ന് പറയും. അപ്പോൾ ഉഭയലിംഗ പുഷ്പം എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ ഈ കാലിക്സിൻ്റെ യൂണിറ്റിനെ എന്താ വിളിക്കുക? A single unit of a calyx is known as sepal. And this is the sepal. Then corolla, the attractive portion of a flower. The corolla gives the characteristic color of the flower. Corolla often gives the smell of the nectar, and corolla also provide nectar. ഇപ്പോൾ തേന്, അതുപോലെ നിറം കൊടുക്കുന്നത് ഒക്കെ നമ്മൾ പെറ്റലുമായിട്ട് ബന്ധപ്പെട്ടാണ്, കൊറോളയായിട്ട് ബന്ധപ്പെട്ടാണ്. യൂണിറ്റ് ഓഫ് കൊറോള ഈസ് പെറ്റൽ. യൂണിറ്റ് ഓഫ് ദ കൊറോള ഈസ് പെറ്റൽ അല്ലേ? പെറ്റൽ എന്ന് പറയും. സോ യൂണിറ്റ് ഓഫ് ദി കാലിക്സ് ഈസ് ദ സെപ്പൽ. യൂണിറ്റ് ഓഫ് ദ കൊറോള ഈസ് പെറ്റൽ അല്ലേ? പെറ്റൽ എന്ന് പറയും. ദെൻ ദ യൂണിറ്റ് ഓഫ് ദ ആൻഡ്രീഷ്യം ഈസ് ദ സ്റ്റേമൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ദ നമ്പർ ഓഫ് സ്റ്റേമൻ മേ ഡിപ്പെൻഡ് ഓൺ ദ നാച്ചർ ഓഫ് ദ ഫ്ലവർ. പൂവിനെ ആശ്രയിച്ചിരിക്കും നമ്പർ ഓഫ് സ്റ്റേമൻ എന്ന് പറയുന്നത്. ചിലതിൽ കുറച്ച് സ്റ്റേമനെ കാണുള്ളൂ, ചിലത് ന്യൂമറസ് സ്റ്റേമൻ കാണും. ഫോർ എക്സാമ്പിൾ, വെൻ വി ഒബ്സർവ് എ ഷൂ ഫ്ലവർ, എ ചൈന റോസ്, ചെമ്പരത്തിൽ നോക്കൂ, ദർ ആർ മെനി സ്റ്റേമൻസ്. സോ ദ യൂണിറ്റ് ഓഫ് ദ ആൻഡ്രീഷ്യം ഈസ് സ്റ്റേമൻ. ദെൻ വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഗൈനീഷ്യം? ദാറ്റ്സ് നോൺ ആസ് കാർപ്പൽ ഓർ പിസ്റ്റിൽ. കാർപ്പലിന് എന്തൊക്കെയുണ്ട്? കാർപ്പലിന് ഒരു ബേസൽ സ്വെല്ലൻ റീജിയൻ വിച്ച് ഈസ് നോൺ ആസ് ഓവറി, ഇൻ വിച്ച് വി ക്യാൻ സീ ദ ഓവ്യൂൾസ്. ഒരു വീർത്ത ഭാഗമുണ്ട്, ആ വീർത്ത ഭാഗത്തിന് നമ്മൾ എന്ത് പറയും? ഓവറി എന്ന് പറയും. ഓവറിക്കകത്ത് എന്ത് കാണും? ഓവ്യൂൾ കാണും. ദെൻ ഞാൻ ലേബൽ ചെയ്തിട്ടില്ല, എ ലോങ് പോർഷൻ വിച്ച് ഈസ് നോൺ ആസ് ദ സ്റ്റൈൽ ആൻഡ് എ റിസെപ്റ്റീവ് റീജിയൻ വിച്ച് ഈസ് നോൺ ആസ് ദ സ്റ്റിഗ്മ വെയർ ദ പോളൻ ഗ്രെയിൻസ് ആർ ഹാപ്പൻ ടു ഫോൾ. അവിടെയാണ് പോളൻ ഗ്രെയിൻസ് വന്നു വരുന്നത്. അപ്പം അങ്ങനെ നമ്മളൊരു ഫ്ലവറിന് ഇത്രയും പാർട്ട് ഉണ്ടെന്നുള്ളത്, ഇതെല്ലാം നമ്മളിപ്പോൾ പഠിച്ചതൊന്നുമല്ല കേട്ടോ, കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യം ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. The reproductive organ of angiosperm is a flower. A flower has a base that's known as a thalamus in which the floral parts are attached. The parts of a flower are calyx, corolla, andrecium and gynoecium. The units are sepals, petals, stamens and pistils respectively. The stalk of a flower, which is known as the pedicel. ഇനി നിങ്ങൾക്കറിയാം, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ, ഈ വർഷം തന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു, സം ഫ്ലവേഴ്സ് ആർ മെയിൽ ഫ്ലവേഴ്സ് ഇൻ വിച്ച് ഗൈനീഷ്യം ഈസ് ടോട്ടലി ആബ്സെൻറ്റ്.
Such flowers are known as staminate flowers. So what is a staminate flower? A male flower without gynoecium. അല്ലെങ്കിൽ എന്ത് പറയും? എ മെയിൽ ഫ്ലവർ വിത്ത് ആൻഡ്രീഷ്യം ഓൺലി. അതുപോലെ തന്നെ ഗൈനീഷ്യം മാത്രമുള്ള ഫ്ലവർ ഉണ്ട്, അതിനകത്ത് സ്റ്റേമൻ കാണില്ല അല്ലെങ്കിൽ ആൻഡ്രീഷ്യം കാണില്ല. സച്ച് ഫ്ലവേഴ്സ് ആർ നോൺ ആസ് ഗൈനീഷ്യം ഉണ്ട്, സ്റ്റേമൻ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഫീമെയിൽ ഫ്ലവേഴ്സ് പറയും അല്ലേ. ഗൈനീഷ്യം ഉണ്ട്, സ്റ്റേമൻ ഇല്ല. ഞാൻ അവിടെ പറഞ്ഞപ്പോൾ ചെറിയ തെറ്റ് വന്നു. ഗൈനീഷ്യം കാണും, സ്റ്റേമൻ കാണില്ല. സച്ച് ഫ്ലവേഴ്സ് ആർ നോൺ ആസ് പിസ്റ്റിലേറ്റ് ഫ്ലവേഴ്സ്. What is a staminate flower? Male flowers are staminate flowers and female flowers are pistillated flowers. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേര് റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്നായതുകൊണ്ട് നമുക്ക് കാലിക്സ് കൊറോളയൊന്നും വേണ്ട. ആൻഡ്രീഷ്യം, ഗൈനീഷ്യം ഇത്രയും ഭാഗങ്ങൾ മതി അല്ലേ. അപ്പോൾ ആൻഡ്രീഷ്യത്തിൻ്റെയും ഗൈനീഷ്യത്തിൻ്റെയും ഭാഗമാണ് റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലേ. ആൻഡ്രീഷ്യത്തിൻ്റെ യൂണിറ്റിനെ എന്ത് പറയും? സ്റ്റേമൻ. സ്റ്റേമൻ ഈസ് ദ യൂണിറ്റ് ഓഫ് ആൻഡ്രീഷ്യം. അപ്പോൾ നമുക്കറിയാം, ഞാനിപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഒരു ടിപ്പിക്കൽ സ്റ്റേമനാണ്. കഴിഞ്ഞ വർഷം നമ്മൾ വരച്ച് പഠിച്ചതാണ്, എന്നാലും ഒരു ടിപ്പിക്കൽ സ്റ്റേമനാണ്. അപ്പോൾ ടിപ്പിക്കൽ സ്റ്റേമൻ ഏതൊക്കെ ഭാഗമുണ്ട്? എ ക്യാപ്സ്യൂൾ ലൈക്ക് റീജിയൻ വിച്ച് ഈസ് നോൺ ആസ് ദി ആന്തർ, എ സ്മോൾ ഫ്ലെക്സിബിൾ റീജിയൻ വിച്ച് ഈസ് ദ കണക്റ്റീവ്, ആൻഡ് എ ലോങ് ഫിലമെന്റ്. So a typical stamen has an anther, a connective and a filament. Look at the anther. This is a bilobed structure, isn't it? Bilobed. It has two lobes. So such an anther with two lobes is known as a dithecous anther. What is a dithecous anther? An anther with two lobes. Usually in almost all plants, a flower possesses flower possesses anther with two lobes. Such an anther is known as dithecous anther. But there are conditions in which an anther possesses only one lobe, like China rose or shoe flower, where we can see only one lobe. Such an anther is known as monothecous anther. What is a monothecous anther? Anther with a single lobe. What is a dithecous anther? Anther with two lobes. If we cut an anther with the two lobes, what can we see? So, when we cut an anther with the help of a sharp knife or even a blade, we can see 4 chambers like this. Actually, it is a dithecous anther. Anther has two lobes. If we cut such an anther with the two lobes, then we can see 4 chambers. So each chamber is known as a microsporangium. Each chamber in an anther lobe is known as microsporangium. So how many microsporangia in a dithecous anther? 4 microsporangia. 1, 2, 3, 4. 4 microsporangia. So each microsporangium possesses microspore mother cell or pollen mother cell which produce pollen grains. അപ്പോൾ ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്തും ആരുണ്ട്? മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ പോളൻ മദർ സെല്ലുണ്ട്. ആ പോളൻ മദർ സെൽ എന്തായിട്ട് മാറും? ഡിവൈഡ് ചെയ്തിട്ട് പോളൻ ഗ്രെയിനെ ഉണ്ടാക്കും. സോ ദിസ് ഈസ് ദ മൈക്രോസ്പൊറാഞ്ചിയം. അപ്പൊ ഇനി മെച്ചുർ ആയെന്ന് വെച്ചു. ഇപ്പൊ ഈ പോളൻ ഈ മൈക്രോസ്പൊറാഞ്ചിയം മെച്ചുർ ആകുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ഈ വശത്തെ 2 ഈ മൈക്രോസ്പൊറാഞ്ചിയം കൂടെ ഫ്യൂസ് ചെയ്തിട്ട് ഒന്നാവും. ഈ വശത്തെ 2 കൂടെ ഫ്യൂസ് ചെയ്തിട്ട് ഒന്നാവും. അപ്പോൾ എത്ര ചേമ്പറായിട്ട് മാറും? 2 ചേമ്പറായിട്ട് മാറും. ഇപ്പോൾ നമ്മൾ ഈ ഓരോ ചേമ്പറിനും ഒരു പേര് വിളിക്കും. ഈ ഓരോ ചേമ്പറിനെ വിളിക്കുന്ന പേരാണ് പോളൻ സാക്ക് എന്ന് പറയും. ബിക്കോസ് ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് പോളൻ ഗ്രെയിൻസ്, പോളൻ സാക്ക്. സോ ഇൻ ആൻ യങ് anther there are 4 microsporangia, but when the anther matures, 2 microsporangia of one side
fused to form a single chamber which is known as the pollen sac. So there are two pollen sacs in a dithecous anther, but in a monothecous anther there is only one pollen sac. അപ്പോൾ ഇതാണ് ബേസിക്കലി സ്റ്റേമനുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട കാര്യങ്ങൾ. അടുത്തത് സ്ട്രക്ചർ ഓഫ് ആന്തർ, വളരെ പ്രധാനപ്പെട്ട ഡയഗ്രമാണ്. ഇത് നമുക്ക് റെക്കോർഡ് ബുക്കിൽ വരയ്ക്കാനുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രാക്ടിക്കലിനും വരയ്ക്കാനുള്ളൊരു ഡയഗ്രമാണ്. ഇനി 2 പോർഷനും വരയ്ക്കേണ്ടി വരും. ഇതതിൻ്റെ ഔട്ട്ലൈനാണ്. അതായത് നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളൊരു ആന്തറിൻ്റെ സെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് 3-4 ചേംബർ കാണാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ കാണുന്ന ഒരു ഔട്ട്ലൈനാണ് ഇത്. ഇത്രയും പോർഷൻ എൻലാർജ് ചെയ്ത് വരച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഇത്രയും പോർഷൻ, ഇത്രയും ഭാഗം എൻലാർജ് ചെയ്ത് വരച്ചാൽ ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇത് സ്ട്രക്ചർ ഓഫ് ആന്തറാണ് നമ്മളിനിപ്പോൾ പഠിക്കാൻ പോകുന്നത്. സോ ഹെഡിങ് ഈസ് സ്ട്രക്ചർ ഓഫ് ആന്തർ. എഴുതണം കേട്ടോ, അതൊക്കെ എഴുതി വെക്കണം. സ്ട്രക്ചർ ഓഫ് ആന്തർ. എന്നിട്ട് ഈ പടം വരയ്ക്കണം. ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ 22ാമത്തെ പേജിൽ മുകളിലായിട്ട് ഈ പടമുണ്ട്. ടെക്സ്റ്റ് ബുക്കുള്ളവരത് നോക്കുക. 22ാമത്തെ പേജിൽ മുകളിലായിട്ട് നമുക്ക് ഈ പടം കാണാൻ പറ്റും. അപ്പോൾ ഈ ഭാഗത്ത് കണ്ടോ, ഇത്രയും ഭാഗം നമ്മൾ എൻലാർജ് ചെയ്ത് വരയ്ക്കണം. അപ്പോൾ അത് ഇവിടെയും അതുപോലെയാണ്, ഇവിടെ അതുപോലെയാണ്, ഇവിടെ അതുപോലെ, എല്ലാ ചേംബറിനും ബാധകമാണ് ആ പോർഷൻ എന്ന് പറയുന്നത്. നമുക്കതിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്ട്രക്ചർ ഓഫ് ആന്തർ. അപ്പോൾ ഈ സ്ട്രക്ചർ ഓഫ് ആന്തറിൽ ഓരോ മൈക്രോസ്പൊറാഞ്ചിയവും, ഇതാണ് ഒരു മൈക്രോസ്പൊറാഞ്ചിയം, ഇതടുത്തത് നമ്മൾ പറഞ്ഞു 4 മൈക്രോസ്പൊറാഞ്ചിയം കിട്ടും. അപ്പോൾ 4 മൈക്രോസ്പൊറാഞ്ചിയം, ആൾ ദീസ് 4 മൈക്രോസ്പൊറാഞ്ചിയ ആർ സ്ട്രക്ചറലി സിമിലർ. ഘടനാപരമായിട്ട് ഒരുപോലെ ഇരിക്കും. ദേ ആർ സ്ട്രക്ചറലി സിമിലർ. എന്തൊക്കെയുണ്ട് അവിടെ വാൾ ലെയേഴ്സ്. ഇതാ കണ്ടോ, ഇവിടുന്ന് ഇവിടം വരെയുള്ള ഭാഗത്തെ നമ്മൾ പറയുന്ന പേര് വാൾ ലെയേഴ്സ് എന്നാണ്. വാൾ ലെയേഴ്സും ഉണ്ട്, പിന്നെ അകത്തൊരു ടിഷ്യൂ ഉണ്ട്. ആ ടിഷ്യൂവിനെ നമ്മൾ പറയുന്ന പേരാണ് മൈക്രോസ്പോർ മദർ സെൽ അഥവാ പോളൻ മദർ സെൽ. തിരിച്ചറിയാൻ പറ്റും, നല്ല വ്യക്തമായിട്ടുള്ള ന്യൂക്ലിയസ് ഒക്കെ ഉള്ള സെൻട്രൽ പോർഷൻ. ഇത്രയും ഭാഗം, ഈ സെൻട്രൽ പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്രോസ്പോർ മദർ സെൽ ഓർ പോളൻ മദർ സെൽ. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് നോക്കാം. വാൾ ലെയേഴ്സ് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ വാൾ ലെയേഴ്സ് ഏതൊക്കെയാണ്? വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. വാൾ ലെയേഴ്സ് ഏറ്റവും വെളിയിൽ ഒറ്റ ലെയർ ഉണ്ട്. ആ ഒറ്റ ലെയറിനെ നമ്മൾ എന്ത് പറയും? എപ്പിഡെർമിസ് എന്ന് പറയും. സോ ഔട്ടർ മോസ്റ്റ് വാൾ ലെയർ ഈസ് ദ എപ്പിഡെർമിസ്. എത്ര ലെയർ കാണും? ഓൺലി 1 ലെയർ. എപ്പിഡെർമിസ് നിങ്ങൾക്ക് അറിയാം, എപ്പിഡെർമിസ് ഈസ് ദി പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് എ പ്ലാന്റ് ടിഷ്യൂ. സോ എപ്പിഡെർമിസ് ഈസ് ആൾസോ ഹിയർ. എപ്പിഡെർമിസ് ഈസ് ഫോളോഡ് ബൈ എ സിംഗിൾ ലെയർ ഓഫ് കോമ്പാക്റ്റ്ലി അറേഞ്ച്ഡ് സെൽസ്. അല്പം അടുങ്ങി കാണപ്പെടുന്ന വലിയ സെൽസ്, സാമാന്യ വലിയ സെൽസ് ഉള്ള ഒരു അഡീഷണൽ ലെയർ കാണാം. ദാറ്റ് ലെയർ ഈസ് നോൺ ആസ് എൻഡോത്തീസിയം. സോ wall layer, outermost wall layer is the epidermis. Epidermis is followed by the endothecium. ഇതിന്റെയൊക്കെ ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് പിന്നീട് നോക്കാം. Then endermis is followed by 2 or a few layers. 2 അല്ലെങ്കിൽ 3 4 ഒക്കെ കാണും. പ്രധാനമായിട്ട് 2 കാണുള്ളൂ. ഈ 2 ലെയർ ഉണ്ടാവും. ഈ 2 ലെയർ നമ്മളൊരു പേര് വിളിക്കും മിഡിൽ ലെയേഴ്സ്. ഓർമ്മിച്ചോണം, എപ്പിഡെർമിസ് സിംഗിൾ ലെയർ ആണ്, എൻഡോത്തീഷ്യവും സിംഗിൾ ലെയർ ആണ്. ബട്ട് മിഡിൽ ലെയർ ഈസ് മൾട്ടി ലെയേഴ്സ് ആണ്. 1 2 അല്ലെങ്കിൽ 3 4 ഒക്കെ കാണും. അപ്പൊ ദാറ്റ് ഈസ് നോൺ ആസ് മിഡിൽ ലെയേഴ്സ്. ഉണ്ടോ? മിഡിൽ ലെയേഴ്സിനകത്ത് നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെയർ ഉണ്ട്. അതും ഒറ്റ ലെയർ ആണ്. ദാറ്റ് സിംഗിൾ ലെയർ ഈസ് നോൺ ആസ് ടപ്പീറ്റം. സോ ഇന്നർമോസ്റ്റ് വാൾ ലെയർ ഈസ് ദ ടപ്പീറ്റം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെയർ ആണ് ടപ്പീറ്റം. TAPETUM ടപ്പീറ്റം. Internal to the tapetum is the microspore mother cell or pollen mother cell or PMC എന്ന് പറയും. So each microsporangium has wall layers and microspore mother cells. Wall layers has 4 types of cells or 4 types of tissues. Outer epidermis, then it is followed by endothecium, a single layer, 2 or a few layers of middle layers, and single large layer of cells which is known as the tapetum. മനസ്സിലായല്ലോ? ഇനി വാൾ ലെയേഴ്സിന്റെ ഫംഗ്ഷനാണ്. വാൾ ലെയേഴ്സിന്റെ ഫംഗ്ഷൻ വളരെ പ്രധാനമാണ്. എത്ര വാൾ ലെയേഴ്സ് ഉണ്ട്? നമ്മളിപ്പോൾ പറഞ്ഞതല്ലേ ഉള്ളൂ, 4 എണ്ണം ഉണ്ടല്ലേ. എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയേഴ്സ്, ടപ്പീറ്റം. ഓരോന്നിന്റെ ഫംഗ്ഷൻ എഴുതി പഠിക്കണം കേട്ടോ. എപ്പിഡെർമിസിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? സിമ്പിൾ. ദ ഫംഗ്ഷൻ ഓഫ് എപ്പിഡെർമിസ് ഈസ് ദ പ്രൊട്ടക്ഷൻ. എല്ലാവർക്കും അറിയാം. എപ്പിഡെർമിസിന്റെ ഫംഗ്ഷൻ അത്രയേ ഉള്ളൂ, പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ദ എൻഡോത്തീസിയം.
എൻഡോതീഷ്യത്തിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? പ്രൊട്ടക്ഷൻ ഈസ് ദയർ. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ഇതുണ്ട്. എന്താണെന്നറിയോ? ഇറ്റ് ഹെൽപ്സ് ദ ഡിസ്പേഴ്സൽ ഓഫ് പോളൻ ഗ്രെയിൻസ് വെൻ ദ ആന്തർ മെച്യൂർസ്. ഈ ആന്തർ മെച്യൂർ ആകുമ്പോൾ അതാ ഇവിടെ പോളൻ ഗ്രെയിൻസ് ഉണ്ടാകും. ഈ സെൽസ് ആണ് പോളൻ ഗ്രെയിൻ ആയിട്ട് മാറുന്നത്. ഈ പോളൻ ഗ്രെയിൻ ഡിസ്പേഴ്സ് ചെയ്ത് പോവുക, പൊട്ടി പുറത്ത് പോകണ്ടേ. അപ്പോഴേക്കും ഇതൊന്നും കാണില്ല കേട്ടോ. ഈ ടപ്പീറ്റും മിഡിൽ ലെയറും ഒന്നും കാണില്ല. അപ്പോൾ ഇത് പോളൻ ഗ്രെയിൻ ആയിട്ട് മാറുമ്പോൾ ഈ ടപ്പീറ്റും മിഡിൽ ലെയറും ഒന്നും കാണില്ല. പിന്നെ വെളിയിൽ ആരാ വരുന്നത്? എൻഡോതീസിയമാണ്. സോ എൻഡോതീസിയം ഹെൽപ്സ് ഫോർ ദി ഡിസ്പേഴ്സൽ ഓഫ് പോളൻ ഗ്രെയിൻസ് അറ്റ് മെച്യൂരിറ്റി. അപ്പൊ എപ്പിഡെർമിസിന്റെ ഫംഗ്ഷൻ മനസ്സിലായല്ലോ. എപ്പിഡെർമിസിന്റെ ഫംഗ്ഷൻ ഓൺലി പ്രൊട്ടക്ഷൻ. ഫംഗ്ഷൻ ഓഫ് എൻഡോതീഷ്യൻ 2 പോയിന്റ് ആയിട്ട് എഴുതണം. ഒന്നെന്താണ്? പ്രൊട്ടക്ഷൻ. സെക്കൻഡ് വൺ ഡിസ്പേഴ്സൽ ഓർ ഡെഹിസൻസ് ഓഫ് ഓർ റിലീസ് ഓഫ് പോളൻ ഗ്രെയിൻസ് അറ്റ് മെച്യൂരിറ്റി ഓഫ് ആന്തർ. അതിന്റെ ഫംഗ്ഷൻ? എൻഡോതീസിയത്തിന്റെ ഫംഗ്ഷൻ. നെക്സ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, 2 or a few layers of cells, that is known as middle layers അല്ലെ. അതിന്റെ ഫംഗ്ഷൻ ഞാൻ പിന്നീട് പറയാം. കാരണം ഇതിന്റെ ഫംഗ്ഷൻ പറഞ്ഞിട്ടേ ഇതിന്റെ ഫംഗ്ഷൻ പറയാൻ പറ്റൂ. അതാണ് ടപ്പീറ്റം. ടപ്പീറ്റത്തിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ടപ്പീറ്റം? ടപ്പീറ്റം ഈസ് ദ ഇന്നർ മോസ്റ്റ് വോൾ ലെയർ. വോൾ ലെയറിൽ ഏറ്റവും ഉള്ളിലുള്ള ലെയറാണ് ടപ്പീറ്റം. ടപ്പീറ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കൂ. ഇതിനകത്ത് ഞാൻ ഇങ്ങനെ വരച്ചിരിക്കുന്നുണ്ടോ? ഇറ്റ് ഈസ് റിച്ച് ഇൻ ന്യൂട്രിയൻസ് ഓർ റിസർവ് ഫുഡ്. അപ്പം അതിനകത്ത് ഒരുപാട് റിസർവ് ഫുഡ് ഉണ്ട്. ദീസ് ആർ കമ്പാരിറ്റീവ്ലി ലാർജ് സെൽസ്. ടപ്പീറ്റം വളരെ വലിയ സെൽസ് ആണ്. തിൻ വോൾഡ് സെൽസ് ആണ്, ലിവിങ് സെൽസ് ആണ്. ബട്ട് ദേ സ്റ്റോർ പ്ലന്റി ഓഫ് ഫുഡ്. അവർ ഒരുപാട് ഫുഡ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. എവിടെ? ടപ്പീറ്റത്തിൽ. സോ ടപ്പീറ്റം യൂഷ്വലി ഷോസ് പോളിപ്ലോയിഡി. അങ്ങനത്തെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് ടപ്പീറ്റത്തിന്. അങ്ങനെ ഒരു പ്രത്യേകത. എന്താണ് പോളിപ്ലോയിഡി എന്ന് വെച്ചാൽ? പോളിപ്ലോയിഡി എന്ന് വെച്ചാൽ സാധാരണ സെൽസ് എല്ലാം എന്തായിരിക്കും? പ്ലാന്റ് സെൽസ് എല്ലാം ഡിപ്ലോയിഡ് ആയിരിക്കും അല്ലെ. 2n ആയിരിക്കും. എന്നാൽ 3n, 4n, 5n ഇങ്ങനെ 2n ഉയർന്നു വരുന്ന എല്ലാത്തിനെയും പറയുന്ന പേരാണ് പോളിപ്ലോയിഡ്. അപ്പോൾ ടപ്പീറ്റൽ സെൽസ് ആർ കമ്പാരിറ്റീവ്ലി ലാർജ് ഇൻ സൈസ്, തിൻ വാൾഡ് സെൽസ്, ലിവിംഗ് സെൽസ്. ദേ സ്റ്റോർ പ്ലെന്റി ഓഫ് റിസർവ് ഫുഡ്സ് ആൻഡ് ദേ ആൾസോ ഷോ പോളിപ്ലോയിഡി. ടപ്പീറ്റൽ സെൽസ് എന്ത് കാണിക്കും? പോളിപ്ലോയിഡി കാണിക്കും. How many layers of tapetal cells? Only one layer of tapetum. It is the innermost wall layer. ഇനി ടപ്പീറ്റത്തിന്റെ ഫങ്ഷൻസ് ആണ് ഞാൻ പറയും. ആ ഫങ്ഷൻസ് എഴുതിയെടുത്തോണം കേട്ടോ. ഒന്നാമത്തെ ഫങ്ഷൻ ഞാൻ പറയുന്ന എഴുതിയെടുക്കണം. ആരുടെ? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ടപ്പീറ്റത്തിന്റെ ഫങ്ഷൻ എന്താണ്? അപ്പോൾ ഒന്നാമത്തെ ഫങ്ഷൻ, it provides nutrition to the developing microspores or pollen grains. ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ അതാണ്. അതാ ഈ മൈക്രോസ്പോർ ഇവിടുന്നല്ലേ മൈക്രോസ്പോർ ഉണ്ടാകുന്നത്. ഈ മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്ന് മൈക്രോസ്പോർ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പോളൻ ഗ്രെയിനെയാണ് മൈക്രോസ്പോർ എന്ന് പറയുന്നത്. ഈ പോളൻ ഗ്രെയിൻ ഉണ്ടാകുമ്പോൾ ആ പോളൻ ഗ്രെയിൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ, ആവശ്യമായിട്ടുള്ള ഫുഡ് കൊടുക്കുന്നത് ആരാണ്? ടപ്പീറ്റമാണ്. അപ്പൊ ടപ്പീറ്റം പ്രൊവൈഡ്സ് ന്യൂട്രീഷൻ ടു ദ ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസ്. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ് കേട്ടോ. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടപ്പീറ്റം കണ്ടല്ലോ. ടപ്പീറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടപ്പീറ്റം സെക്രീറ്റ് എ ഹാർഡ് സബ്സ്റ്റൻസ് വിച്ച് ഈസ് നോൺ ആസ് സ്പോറോപോളനിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ്. എന്താണ് ആ സബ്സ്റ്റൻസിന്റെ പേര്? സ്പോറോപോളനിൻ. ആര് സെക്രീറ്റ് ചെയ്യും? This tapetum secretes a substance known as sporopollenin. ഇപ്പൊ സ്പോറോപോളനെ കുറിച്ച് അറിഞ്ഞിരിക്കണം നിങ്ങൾ. എന്താണ് സ്പോറോപോളനിൻ? സ്പോറോപോളനിൻ ഈസ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ പ്ലാന്റ് വേൾഡ്. പ്ലാന്റ് വേൾഡിലെ ഏറ്റവും കട്ടിയുള്ള രാസവസ്തുവാണ് സ്പോറോപോളനിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ പ്ലാന്റ് വേൾഡ്. എന്താണ് ഈ സ്പോറോപോളന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്? സ്പോറോപോളൻ അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയും. എങ്കിലും ഇപ്പോൾ അറിഞ്ഞിരിക്കണം, നമ്മളൊരു പോളൻ ഗ്രെയിൻ എടുക്കുമ്പോൾ ഈ പോളൻ ഗ്രെയിന് ഒരു കട്ടിയുള്ള ഔട്ടർ വാളും ഒരു കട്ടി കുറഞ്ഞ ഒരു ഇന്നർ വാളും ഉണ്ട് കേട്ടോ. അതായതൊരു പോളൻ ഗ്രെയിനും. ഈ ഔട്ടർ വാളിനെ നമ്മൾ വിളിക്കുന്ന പേര് എക്സൈൻ എന്നാണ്. അപ്പൊ പോളൻ ഗ്രെയിൻ ഇതാരാണ്? പോളൻ ഗ്രെയിൻ, ഒരു പൂമ്പൊടി. പോളൻ ഗ്രെയിൻ്റെ ഔട്ടർ വാളിനെ നമ്മൾ എന്ത് പറയും? എക്സൈൻ എന്ന് പറയും. ദിസ് എക്സൈൻ ഈസ് മെയ്ഡ് ഓഫ് സ്പോറോപോളനിൻ. മനസ്സിലായോ? അപ്പൊ ഈ സ്പോറോപോളനിൻ കൊണ്ടാണ് പോളൻ ഗ്രെയിൻ്റെ ഔട്ടർ വാൾ, ഒരു പൂമ്പൊടിയുടെ ഔട്ടർ വാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സസ്യലോകത്തെ ഏറ്റവും കട്ടിയുള്ള രാസവസ്തു കൊണ്ടാണ്. ആ കട്ടിയുള്ള രാസവസ്തുവിനെ എന്ത് പറയും? സ്പോറോപോളനിൻ എന്ന് പറയും.
മനസ്സിലായോ? അപ്പൊ ആ സ്പോറോ പോളനിൻ ആണ് ആര് സെക്രീറ്റ് ചെയ്യുന്നത്? ടപ്പീറ്റം സെക്രീറ്റ്. അപ്പൊ ടപ്പീറ്റത്തിന്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ മനസ്സിലാക്കും. ഒന്നെന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് ന്യൂട്രീഷൻ ടു ദ ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസ്. 2, it is secrete a hard substance known as sporopollenin which form the outer wall of the pollen grain, that is known as the exine. രണ്ടാമത്തെ ഫംഗ്ഷൻ മനസ്സിലായോ? ഈ രണ്ട് ഫംഗ്ഷനും ആർക്കുള്ളതാണ്? ടപ്പീറ്റത്തിനുള്ള. അപ്പൊ ടപ്പീറ്റത്തിന്റെ രണ്ട് ഫംഗ്ഷൻസ് എഴുതി വെക്കണം. ഒന്ന്, അതൊരു ന്യൂട്രിറ്റീവ് ടിഷ്യൂ ആണ്, അത് ആവശ്യത്തിനുള്ള ന്യൂട്രീഷൻ കൊടുക്കും. ആർക്ക്? പോളൻ ഗ്രെയിൻസിന് ആവശ്യത്തിനുള്ള ന്യൂട്രീഷൻ കൊടുക്കും. 2, പോളൻ ഗ്രെയിന്റെ ഔട്ടർ വാളായിട്ടുള്ള ഏത് എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്ന ആരെ കൊണ്ടാണ്? സ്പോറോപോളനെ കൊണ്ടാണ്. അപ്പോൾ സ്പോറോപോളനെ കുറിച്ച് ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് നോക്കാം. അപ്പൊ വാൾ ലെയേഴ്സ്, ഇനി ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി അല്ലേ? എന്താണ് മിഡിൽ ലെയേഴ്സിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറയാൻ വിട്ടുപോയെന്നല്ല, അത് ഇത് കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചു. എന്താണ് മിഡിൽ ലെയേഴ്സിന്റെ ഫംഗ്ഷൻ? ഈ ടപ്പീറ്റത്തിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഇപ്പൊ സപ്പോസ് ഇഫ് ടപ്പീറ്റം ഈസ് ഫുള്ളി കൺസ്യൂംഡ്, അങ്ങനെ വെച്ചോളൂ. ഈ ടപ്പീറ്റം പൂർണ്ണമായും തീർന്നു പോയെന്ന് വെച്ചോളൂ. then these middle layers act as tapetum. അതാണ് the function പറയുന്നത്. So middle layers act as tapetum if the tapetum of an anther is fully consumed. മനസ്സിലായോ? അപ്പോൾ what is the function of middle layer? Middle layer act as a nutritive tissue when tapetum is fully consumed. അപ്പോൾ wall layers-നെ കുറിച്ച് എല്ലാവർക്കും അറിയാം. എല്ലാ wall layers-ന്റെയും ഫംഗ്ഷൻ അറിയാം. എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയേഴ്സ് ആൻഡ് ടപ്പീറ്റം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ടപ്പീറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വോൾ ലെയർ എന്ന് പറയും. ഇനി ഒരു ഭാഗവും കൂടി നമുക്ക് ഇന്ന് പഠിക്കാം. അതായത് വാട്ട് ഈസ് മൈക്രോസ്പോറോജെനസിസ്. അപ്പൊ നിങ്ങൾ പറഞ്ഞു മൈക്രോസ്പോറിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്കറിയാം മൈക്രോസ്പോറിന്റെ മറ്റൊരു പേരാണ് പോളൻ ഗ്രെയിൻസ്. അപ്പൊ ഇതാണ് മൈക്രോസ്പോർ. ഉണ്ടോ? അപ്പൊ വാട്ട് ഈസ് മൈക്രോസ്പോറോജെനസിസ്? ജെനസിസ് മീൻസ് formation. മൈക്രോസ്പോറിന്റെ ഫോർമേഷൻ. what is microsporogenesis? The formation of microspores or pollen grains from pollen mother cell. മനസ്സിലായോ? വാട്ട് ഈസ് മൈക്രോസ്പോറോജെനസിസ് എന്ന് ഒറ്റ മാർക്കിന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു സെന്റൻസ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? മൈക്രോസ്പോറോജെനസിസ് ഈസ് ദി പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർസ് ഓർ pollen grains from പോളൻ മദർ സെൽ. പോളൻ മദർ സെൽ എവിടെ കാണും? ടപ്പീറ്റത്തിന്റെ അകത്ത് കാണും. നമ്മൾ തൊട്ട് മുമ്പ് കണ്ടല്ലേ ഉള്ളൂ. അപ്പൊ ടപ്പീറ്റത്തിന്റെ അകത്ത് കാണുന്ന പോളൻ മദർ സെല്ലിൽ നിന്ന് പോളൻ ഗ്രെയിൻ ഉണ്ടാകുന്നതിനെ അതിനെ മൈക്രോസ്പോർ മദർ സെൽ എന്നും പറയും കേട്ടോ. എന്നാലും പ്രധാനമായിട്ടും നമ്മൾ പറയുന്ന പോളൻ മദർ സെൽ എന്നാണ്. ഈ പോളൻ മദർ സെല്ലിൽ നിന്ന് പോളൻ ഗ്രെയിൻ അല്ലെങ്കിൽ മൈക്രോസ്പോർ ഡെവലപ്പ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയും? മൈക്രോസ്പോറോജെനസിസ്. മൈക്രോസ്പോറോജെനസിസ് അതെങ്ങനെയാണ് നടക്കുന്നത്? അതിനൊരു സിമ്പിൾ ഡയഗ്രമാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് പോളൻ മദർ സെൽ എന്ന് വെച്ചാൽ. സോ ഫസ്റ്റ് പോളൻ മദർ സെൽ enlarges the size. ഉണ്ടോ? enlarges the size. Then it shows a special type of cell division which is known as meiosis. ഓർമ്മിച്ചോണം. Special type of cell division known as meiosis. So പോളൻ മദർ സെൽ എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് സെൽ ആയിരിക്കും കേട്ടോ. പോളൻ മദർ സെല്ല് എപ്പോഴും ഡിപ്ലോയിഡ് ആയിരിക്കും, 2n ആയിരിക്കും അല്ലെ. പോളൻ മദർ സെല്ല് ഡിപ്ലോയിഡ് ആയിരിക്കും. ഈ പോളൻ മദർ സെല്ലിന് എന്ത് നടക്കും? മിയോസിസ് നടക്കും. മിയോസിസ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന സെൽസ് എന്തായിരിക്കും? ഹാപ്ലോയിഡ് ആയിരിക്കും അല്ലെ. ഹാപ്ലോയിഡ് ആയിട്ടുള്ള പോളൻ നമുക്കറിയാം. മിയോസിസ് കഴിഞ്ഞ വർഷം പഠിച്ചാണ്. മിയോസിസ് നടക്കുമ്പോൾ നമുക്ക് എത്ര ഡോട്ടർ സെല്ല് കിട്ടും? 4 ഡോട്ടർ സെല്ല് കിട്ടും. 1, 2, 3, 4. ഈ 4 ഡോട്ടർ സെല്ലും കൂടെ ആദ്യം ഒരൊറ്റ യൂണിറ്റ് ആയിട്ട് ഇരിക്കും. ഈ യൂണിറ്റിനെ നമ്മൾ എന്ത് വിളിക്കുന്ന അറിയോ? മൈക്രോസ്പോർ ടെട്രാഡ് എന്ന് വിളിക്കും. സോ pollen mother cell enlarges the size and shows a special type of cell division known as meiosis, thus produce a structure with 4 spores which are attached together. This structure is known as a microspore tetrad. Then later this microspore tetrad develops as 4 pollen grains. ഉണ്ടോ? ഈ ഓരോ മൈക്രോസ്പോർ ടെട്രാഡിൽ നിന്നും 4 പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ്. അങ്ങനെ ആയിരക്കണക്കിന് PMC ഉണ്ട്. ഓരോ PMCയിൽ നിന്നും 4 പോളൻ ഗ്രെയിൻ വെച്ചു. അങ്ങനെ ഒരെണ്ണത്തിനകത്ത് തന്നെ ഒരുപാട് പോളൻ ഗ്രെയിൻസ് കാണും. ധാരാളം. ഒരു മൈക്രോസ്പോർ അഞ്ചിയത്തിനകത്ത് തന്നെ ധാരാളം പോളൻ ഗ്രെയിൻസ് ഉണ്ടാകും. അപ്പൊ ഇതാണ് മൈക്രോസ്പോറോജെനസിസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പടം വരച്ചിടണം. മൈക്രോസ്പോറോജെനസിസ് എന്നിട്ട് ഇങ്ങനെ എഴുതണം. മൈക്രോസ്പോറോജെനസിസ് ഈസ് ദി ഫോർമേഷൻ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം പോളൻ മദർ സെൽ. എന്നിട്ട് ഈ പടം വരച്ചിട്ട് എന്ത് ചെയ്യണം? ഈ പോളൻ മദർ സെൽ
enlarges the size, pollen mother cell enlarges the size and shows meiosis to produce a microspore tetrad. Now the chromosome number is reduced to half. Then the microspore tetrad later develops as 4 pollen grains. So this is the microsporogenesis.